ഹായ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പനീർ പെപ്പർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ പനീർ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കിതിനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മതി. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.